കുട്ടികളെ, നാം ഇപ്പോൾ പഠിക്കാൻ പോകുന്ന പാഠഭാഗം കേരള സ്റ്റേറ്റ് സിലബസിലെ 11ാം ക്ലാസ്സിലെ ഗോയിങ് ഔട്ട് ഫോർ എ വോക്ക് എന്ന ഇംഗ്ലീഷ് പാഠമാണ്. ഇത് എഴുതിയത് മാക്സ് ബീർബമാണ്. ഇറ്റ്സ് എൻ എസ്സേ. മാക്സ് ബീർബം വാസ് ആൻ ഇംഗ്ലീഷ് എസ്സേയിസ്റ്റ്, പാരഡിസ്റ്റ് ആൻഡ് കാരിക്കേച്ചറിസ്റ്റ്. ഹി വാസ് ബോൺ ഇൻ ലണ്ടൻ ഇൻ 1872. നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് കിടക്കാം. ഇറ്റ്സ് എ ഫാക്ട് ദാറ്റ് once in all my life I have gone out for a walk. It's a fact. ഇതൊരു സത്യമാണ്, ഇതൊരു വസ്തുതയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമല്ല പുറത്തേക്ക് നടക്കുവാനായി പോകുന്നത്. ഐ ഹാവ് ബീൻ ടേക്കൺ ഔട്ട് ഫോർ വാക്സ്. ഞാൻ പലപ്പോഴും പുറത്തൊക്കെ നടക്കാൻ പോയിട്ടുണ്ട്. ബട്ട് ദാറ്റ് ഈസ് അനദർ മാറ്റർ. പക്ഷേ അത് വേറൊരു കാര്യമാണ്. ഈവൻ വൈൽ ഐ ട്രോട്ടഡ് പ്രാറ്റ്ലിംഗ് ബൈ മൈ നേഴ്സസ് സൈഡ്. ഞാൻ എൻ്റെ ആയയോടൊപ്പം കളി പറഞ്ഞ് വേഗത്തിൽ നടക്കുന്നൊരു കാലമുണ്ടായിരുന്നു. ആ കാലത്ത് I regretted the good old days when I was not a perambulator. അന്ന് ഞാൻ ഒരു പെരാമ്പുലേറ്റർ ആയിരുന്നില്ല, അങ്ങും ഇങ്ങനെ നടക്കുന്നവനായിരുന്നില്ല. പെരാമ്പുലേറ്റർ എന്ന് പറയുന്നത് കുട്ടികളെ ഉന്തിക്കൊണ്ട് നടക്കുന്ന ഒരു 4 ചക്രമുള്ള വണ്ടി എന്നൊരർത്ഥം കൂടിയുണ്ട്. അന്ന് ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു വണ്ടിയും ഉണ്ടായിരുന്നു. ഹി ഹാഡ് എ പെരാമ്പുലേറ്റർ ആൻഡ് ഓൾസോ ഹി സേസ് ദാറ്റ് ഹി വാസ് നോട്ട് എ പെരാമ്പുലേറ്റർ. അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആളുമല്ലായിരുന്നു. ആൻഡ് വെൻ ഐ ഗ്രൂ അപ്പ്, ഞാൻ വളർന്നു കഴിഞ്ഞപ്പോൾ, it seemed to me that the one advantage of living in London, ഇവിടെ വളർന്നു കഴിഞ്ഞപ്പോൾ അവിടെ ലണ്ടനിൽ ജീവിക്കുന്നൊരു നേട്ടം കണ്ടത്, was that nobody ever wanted me to come out for a walk. ഇവിടെ ആരും എന്നെ പുറത്തേക്ക് നടക്കാൻ വിളിക്കാൻ വരുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ നേട്ടം. ലണ്ടൻസ് വെരി ഡ്രോബാക്ക്. ലണ്ടൻ നഗരത്തിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്കാണ് ഇത്. അതിൻ്റെ ശബ്ദമുഖരിതവും തിരക്ക് നിറഞ്ഞതും പുക നിറഞ്ഞതുമായിട്ടുള്ള വായു, അതിൻ്റെ എൻലെസ് നോയ്സ്, നിലയ്ക്കാത്ത ശബ്ദം, ആസിൽ, അതിൻ്റെ തിരക്ക്, അതിൻ്റെ സ്മോക്കി എയർ, പുക നിറഞ്ഞ വായു, സ്ക്വാലർ, ആംബുഷ്ഡ് എവരിവെയർ, ഇതെല്ലാം അതിൻ്റെ വൃത്തികേടുകളെ മറച്ചിരുന്നു. ഇങ്ങനെയുള്ള ഈ പുക നിറഞ്ഞ വായുവൊക്കെ അതിൻ്റെ വൃത്തികേടുകളെ മറച്ചിരുന്നു. അതൊരു പ്രതിരോധം നൽകിയിരുന്നു. ആൻഡ് ഇറ്റ് ആംബുഷ്ഡ് എവരിവെയർ assured this one immunity. whenever I was with friends in the country, നാട്ടിലാണെങ്കിൽ whenever I was with friends in the country, നാട്ടിൽ ഞാൻ കൂട്ടുകാരോടൊക്കെ കൂടിയിരിക്കുന്ന സമയത്ത് I knew that at any moment, എനിക്കറിയാം ഏത് സമയത്തും, unless rain was actually falling, മഴ പെയ്യാതിരിക്കുന്ന സമയം, some man might suddenly say, ആരെങ്കിലും ഒരാൾ വന്ന് പറയും, come out for a walk, വാ നമുക്കൊന്ന് നടക്കാൻ പോകാം. in that sharp imperative tone, ആ തീക്ഷ്ണമായിട്ടുള്ള ആ ആജ്ഞാസ്വരത്തിൽ, which he would not dream of using it. ശരിക്കും അത് ആജ്ഞാസ്വരമാകണമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ച് കാണില്ല. പക്ഷേ അയാളുടെ സൗണ്ട് ഇറ്റ് ഇസ് അത് ഇമ്പറേറ്റീവ് ടോണിലാണ്. People seem to think there is something inherently noble and virtuous in the desire to go for a walk. People seem to think, ആൾക്കാർക്ക് ഇങ്ങനെ വിചാരമുണ്ട്, there is something inherently noble, അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു കാര്യമുണ്ട്, ഇൻഹറൻ്റ്ലി നോബിൾ ആയിട്ടുള്ള എന്തുണ്ട്, നടക്കാൻ പോകുന്നതിൽ ഇൻഹറൻ്റ് ആയിരിക്കുന്ന ഒരു മഹത്തായ കാര്യമുണ്ട്, വെർച്വസ് ആയിരിക്കുന്ന എന്തോ ഉണ്ടെന്ന്. ഇൻ ദ ഡിസയർ ടു ഗോ ഫോർ എ വോക്ക്, നടക്കുന്നത് എന്തോ ഒരു കുലീന സ്വഭാവമാണെന്നാണ് ആൾക്കാർ കരുതിയിരുന്നത്. എനിവൺ ദസ് desirous feels that he has a right to impose his will on whomsoever he seems comfortably settled in an armchair. എനിവൺ ദസ് ഡിസൈറസ് ഫീൽസ്, അങ്ങനത്തെ ചിന്തയുള്ള ആൾക്കാർ വിചാരിക്കുന്നു, ദാറ്റ് ഹി ഹാസ് എ റൈറ്റ് ടു ഇമ്പോസ് ഹിസ് വിൽ, തൻ്റെ ഈ ആഗ്രഹം മറ്റുള്ളവരുടെ ഇമ്പോസ് ചെയ്യണമെന്ന്. ഓൺ ഹുമെവർ ഹീ സീസ് കംഫർട്ടബിളി സെറ്റിൽഡ് ഇൻ എൻ ആംചെയർ, സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും കസേരയിൽ ഇരിക്കുന്ന മനുഷ്യരെ ഇങ്ങനെ വിളിച്ച് കൊണ്ടുപോകണമെന്ന് അവർക്കൊരാഗ്രഹമുണ്ട്. അവരെ വെറുതെ ഇരിക്കരുത്, ദേ വർ റീഡിങ്. ഇറ്റ് ഈസ് ഈസി ടു സേ സിംപ്ലി നോ ടു ആൻ ഓൾഡ് ഫ്രണ്ട്. പഴയ ഒരു കൂട്ടുകാരനാണെങ്കിൽ നമുക്ക് ഞാൻ വരുന്നില്ല എന്ന കാര്യം പെട്ടെന്ന് തന്നെ പറയാം. ഇറ്റ്സ് ഈസി ടു സേ സിംപ്ലി നോ ടു ആൻ ഓൾഡ് ഫ്രണ്ട് ഇൻ ദ കേസ് ഓഫ് മിയർ അക്വൈൻറ്റൻസ്. പക്ഷേ ഒരു സാധാരണ പരിചയക്കാരനാണെങ്കിലോ, വൺ വോൺസ് സം എക്സ്ക്യൂസ്. അപ്പോൾ അവിടെ ഒരാൾക്ക് അല്പം എക്സ്ക്യൂസ് പറയേണ്ടി കൂടെ വരും. വെറും ഒരു പരിചയക്കാരനാണെങ്കിൽ നമുക്കൊരു അല്പം എക്സ്ക്യൂസ് പറയേണ്ടി വരും. I wish I could, but എനിക്ക് വരണമെന്നുണ്ട്, പക്ഷേ nothing ever occurred to me except I have some letter to write. അപ്പോൾ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ, അപ്പോൾ ഞാൻ പറയും I have some letter to write, എനിക്ക് കുറച്ച് ലെറ്റർ എഴുതാനുണ്ട്. ദിസ് ഫോർമുല ഈസ് അൺസാറ്റിസ്ഫാക്ടറി in 3 ways. ഈ പറയുന്ന രീതി, ഈ ഫോർമുല ഇറ്റ് ഈസ്
സാറ്റിസ്ഫാക്ടറി, ഇത് തൃപ്തികരമല്ല 3 രീതിയിൽ. ഒന്ന്, ഇറ്റ് ഈസ് നോട്ട് ബിലീവ്ഡ്, ഞാനിത് പറയുമ്പോൾ അയാൾ അത് വിശ്വസിക്കുകയില്ല, ഒരു കാര്യം അതാണ്. 2, ഇറ്റ് കമ്പൽസ് യു ടു റൈസ് ഫ്രം യുവർ ചെയർ ടു ഗോ ടു ദ റൈറ്റിംഗ് ടേബിൾ, അത് പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കാൻ പറ്റില്ല. ഇറ്റ് കമ്പൽസ് യു ടു റൈസ് ഫ്രം യുവർ ചെയർ, അത് നമ്മളെ ഇരിക്കുന്നിടത്ത് എഴുന്നേൽക്കാനായിട്ട് പ്രേരിപ്പിക്കും. ഗോ ടു റൈറ്റിംഗ് ടേബിൾ, അതും പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ റൈറ്റിംഗ് ടേബിളിലേക്ക് പോകണം. ആൻഡ് സിറ്റ് ഇംപ്രവൈസിങ് എ ലെറ്റർ ടു സംബഡി അണ്ടിൽ ദ വർക്ക്മംഗർ ജസ്റ്റ് നോട്ട് ഡിസറിങ് ടു കോൾ യു ലയർ ആൻഡ് ഹിപ്പോക്രൈറ്റ് ഷാൽ ഹാവ് ലംബേർഡ് ഔട്ട് ഓഫ് ദ റൂം. ആ സമയത്ത് ഇയാൾ ഇന്ന് വിളിച്ചിരിക്കുന്ന ദ വർക്ക്മംഗർ അയാൾ എന്ത് ചെയ്യും? ജസ്റ്റ് നോട്ട് ഡെയറിങ് ടു കോൾ യു എ ഹിപ്പോക്രൈറ്റ്, നീ താനൊരു കള്ളമാണ് പറഞ്ഞതെന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് ഷാൽ ഹാവ് ലംബേർഡ് ഔട്ട് ഓഫ് ദ റൂം, അയാൾ പതിയെ സാവധാനം മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. 3, ഇറ്റ് വോണ്ട് ഓപ്പറേറ്റ് ഇൻ സൺഡേയ്സ് മോർണിംഗ്, അന്ന് മൂന്നാമത്തെ കാര്യം, ഇത് ഞായറാഴ്ച നടക്കില്ല ഈ പണി. ദർ ഇസ് നോ പോസ്റ്റ് ഔട്ട് ടിൽ ദിസ് ഈവനിങ്, ഇന്നിപ്പോൾ ഞായറാഴ്ച അല്ലേ, ഇന്നിപ്പം വൈകുന്നേരം വരെ പോസ്റ്റ് അടയ്ക്കാനുള്ള വഴികളൊന്നുമില്ല, കാരണം ഇന്ന് അവധിയാണ്. ക്ലിഞ്ചസ് ദ മാറ്റർ, ആ ഒരു കാര്യമുണ്ടല്ലോ, ഇറ്റ് ക്ലിഞ്ചസ് ദ മാറ്റർ, അത് പറയുന്ന കാര്യങ്ങൾക്കൊരു നീരാളിപ്പിടുത്തത്തിനിടയാക്കും. ക്ലിഞ്ചസ് ദ മാറ്റർ ആൻഡ് യു മേ ആസ് വെൽ ഗോ ക്വയറ്റ്ലി, അപ്പോൾ നിങ്ങൾക്ക് മറുപടി ഒന്നും പറയാതെ അയാളുടെ പുറകെ പോകേണ്ടി വരും. വർക്കിംഗ് ഫോർ വർക്കിംഗ് സേക്ക് മേ ബി as highly laudable and exemplary a thing as it is held by those who practice it. നടക്കാൻ വേണ്ടി മാത്രം നടക്കാൻ പോകുന്നത് അനുകരണീയവും സ്തുത്യർഹവുമാണെന്ന് അത് പ്രാക്ടീസ് ചെയ്യുന്നവർക്കൊപ്പം ഓർക്കേണ്ടി വരും. ലോഡബിൾ മീൻസ് സ്തുത്യർഹം, ലോഡബിൾ മീൻസ് സ്തുത്യർഹം, എക്സംപ്ലറി അനുകരണീയ, എക്സംപ്ലറി എന്ന് പറഞ്ഞാൽ അനുകരണീയമെന്നാണ് അർത്ഥം. മൈ ഒബ്ജക്ഷൻ ടു ഇറ്റ്സ് ഈസ് ഇറ്റ് സ്റ്റഫ്സ് ദ ബ്രെയിൻ, എൻ്റെ ഒബ്ജക്ഷൻ ഇതാണ്, എൻ്റെ എതിർപ്പിതാണ്, ദാറ്റ് ഇറ്റ് സ്റ്റഫ്സ് ദ ബ്രെയിൻ, അത് നമ്മുടെ തലച്ചോറിനെ അവിടെ മരവിപ്പിക്കും, അതവിടെ ഇറ്റ് സ്റ്റഫ്സ് ദ ബ്രെയിൻ, അത് കൂടുതൽ ആലോചിക്കാനുള്ള അവസരം നമുക്ക് നൽകുന്നില്ല. മെനി എ മാൻ ഹാസ് പ്രൊഫസ് ടു മീ, പലരും എന്നോട് പ്രൊഫസ് ചെയ്തു, ദാറ്റ് ഹിസ് ബ്രെയിൻ നെവർ വർക്സ് സോ വെൽ ആസ് വെൻ ഹി ഈസ് സ്വിങ്ങിങ് എലോങ് ദ ഹൈ റോഡ്, താൻ വഴിയിൽ കൂടെ നടക്കുമ്പോഴാണ് തൻ്റെ തലച്ചോറ് ഏറ്റവും അധികം വർക്ക് ചെയ്യുന്നതെന്നും, ഓർ ഹിൽ അല്ലെ കുന്നുംപുറങ്ങളിലൂടെ പോകുമ്പോഴാണ് തലച്ചോറ് വർക്ക് ചെയ്യുന്നത്, ആൻഡ് ഡെയിൽ താഴ്വരയിലൂടെ പോകുമ്പോഴാണ്, താൻ കുന്നുംപുറങ്ങളിലൂടെയും താഴ്വരയിലൂടെയൊക്കെ നടക്കുമ്പോഴാണ് താൻ തലച്ചോറ് ഏറ്റവും വർക്ക് ചെയ്യുന്നത് ചിലർ പ്രൊഫസ് ചെയ്യുന്നു. ദിസ് ബോസ്റ്റ് ഈസ് നോട്ട് കൺഫേംഡ് ബൈ മൈ മെമ്മറി ഓഫ് എനിബഡി ഹൂ ഓൺ സൺഡേ മോർണിംഗ്, ഈ ബോസ്റ്റ്, ഈ പൊങ്ങച്ചം പറച്ചിൽ ഈസ് നോട്ട് കൺഫേംഡ് ബൈ മൈ മെമ്മറി ഓഫ് എനിബഡി ഹൂ, ഇത് ഈ പറയുന്ന കാര്യം കൺഫേം ആകുന്നില്ല. who on Sunday morning was forced me to partake his adventure. ഞായറാഴ്ച എൻ്റെ കൂടെ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്ന ആളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവർ ഈ പറയുന്നൊന്നും ശരിയല്ല. എക്സ്പീരിയൻസസ് ടീച്ചേഴ്സ് മീ ദാറ്റ് വാട്ട് എവർ ദ ഫെലോ ഗസ്റ്റ് മേ ഹാവ് ദ പവർ ടു ഇൻസ്ട്രക്ട്. എൻ്റെ പരിചയം, എൻ്റെ എക്സ്പീരിയൻസ് എന്നെ പഠിപ്പിക്കുന്നത് ഇറ്റ് ടീച്ചേഴ്സ് മീ ദാറ്റ് വാട്ട് എവർ ദ ഫെലോ ഗസ്റ്റ് മേ ഹാവ് ദ പവർ ടു ഇൻസ്ട്രക്ട്. എൻ്റെ കൂടെ വരുന്ന ഞായറാഴ്ച നടക്കാൻ വരുന്ന ഇയാൾക്ക് എന്തെല്ലാമൊക്കെ പവറുണ്ടോ, പഠിപ്പിക്കാനുള്ള എന്തെല്ലാം പവറുണ്ടോ, ഓർ ടു അമ്യൂസ് അല്ലെങ്കിൽ സന്തോഷിപ്പിക്കാൻ എന്തൊക്കെ പവറുണ്ടോ, വെൻ ഈ സിറ്റിംഗ് ഓൺ എ ചെയർ, അതായത് കസേര ഇരിക്കുമ്പോഴുള്ള അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴുള്ള അല്ലെങ്കിൽ നടക്കുമ്പോഴല്ലേ ഹെർത്തറഗിലിൻ്റെ അടുക്കൽ അല്ലെങ്കിൽ നെരിപ്പോടിൻ്റെ നിൽക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു പവർ, ചിന്തിപ്പിക്കാനുള്ള പവർ. ക്വിക്ക്ലി ലീവ്സ് വെൻ ഹി ടേക്സ് വൺ ഔട്ട് ഫോർ എ വോക്ക്, ആ ഒരു ചിന്ത, അയാളുടെ ആ നല്ല രീതികൾ, അയാൾ നടക്കാൻ പോകുമ്പോൾ അങ്ങ് പോവും, അയാൾ നടക്കാൻ ഇറങ്ങുമ്പോൾ ഇയാളുടെ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളെല്ലാം മാറിപ്പോവും. The ideas that came so thick as fast as him in any room, ideas that came so thick and fast to him in any room, ഏതെങ്കിലും സ്ഥലത്ത് സ്വസ്ഥമായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് വരുന്ന ചിന്തകളൊന്നും വേറെ ആർദേനാവും ഇപ്പോൾ ഒക്കെ എവിടെയാണ്. അതായത് നടക്കാൻ പോകുമ്പോൾ ഇയാൾ ഈ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാറില്ല, പറയാറില്ല. ഹീ ടോക്സ് അബൌട്ട് ഓൺലി സില്ലി തിങ്സ്, അയാൾ പറയുന്നതൊക്കെ വെറും സില്ലി തിങ്സ് ആയിരിക്കും. വേർ ഇസ് ദ എൻസൈക്ലോപീഡിക് നോളജ് വിച്ച് ഹീ ബോർ സോ ലൈറ്റ്ലി. അദ്ദേഹം നല്ല അറിവുള്ളവനാണ്, അദ്ദേഹത്തിൻ്റെ അറിവുകളപ്പോൾ ഇവിടെ പോയി, വളരെ ലൈറ്റായിട്ട് കൊണ്ടുവന്നിരുന്ന എൻ്റെ വിജ്ഞാനകോശ അറിവുകളൊക്കെ ഇപ്പോൾ എവിടെ? ഓർ ദ കെൻലിംഗ് ഫാൻസി ദാറ്റ് പ്ലേഡ് ലൈക്ക് എ സമ്മർ ലൈറ്റ്നിങ് ഓവർ ദ ടോപ്പിക് ദാറ്റ് വാസ് സ്റ്റാർട്ടഡ്. വേർ ദ കിൻലിംഗ് ഫാൻസി ദാറ്റ് പ്ലേഡ് ലൈക്ക് എ സമ്മർ ലൈറ്റ്നിങ് ഓവർ ഇൻ എ ടോപ്പിക് ദാറ്റ് വാസ് സ്റ്റാർട്ട്. എവിടെയാണ് നേരത്തെ വെറുതെ ഇരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ വേനൽക്കാലത്തെ മിന്നൽ പോലെ വരുന്ന ആ കിൻലിംഗ് ഫാൻസി ഇപ്പോൾ എവിടെയാണ്? ദ മാൻസ് ഫേസ് ദാറ്റ് വാസ് സോ മൊബൈൽ ഈസ് സെറ്റ് നൗ. ഇപ്പോൾ അങ്ങനെ ഫാൻസി ആയിട്ടുള്ള മുഖമൊന്നും ഇല്ല.
ഗോൺ ഈസ് ദ ലൈറ്റ് ഫ്രം ഹിസ് ഫൈൻ ഐസ്. ഇത് നടക്കുമ്പോൾ ഇയാൾക്ക് നല്ലൊരു മുഖഭാവം പോലുമില്ല. ഹി സൈസ് ദാറ്റ് ഒരു ഹോസ്റ്റ് ഈസ് എ തർലി ഗുഡ് ഫെലോ. നടക്കുന്ന വഴിക്ക് ട്രൈവിയൽ മാറ്റേഴ്സ് പറയും. അയാളെ കണ്ടാൽ അയാൾ നല്ല മനുഷ്യനാണ്, എ തർലി ഗുഡ് ഫെലോ ആണ്. 50 yards ഫർദർ ഓൺ, ഒരു 50 yard നടന്നു കഴിഞ്ഞാൽ പിന്നെയും yards. അയാൾ വീണ്ടും അതിനെപ്പറ്റി പറയും എ എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു വ്യക്തി ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫെലോസ് ഐ എവർ മെറ്റ്. വെറുതെ പറയും, ഗോസിപ്പ് പറയുന്ന പോലെ അയാളാണ് ഞാൻ ഈ കണ്ടിൽ നടക്കുന്ന വിധത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ ഞാൻ കണ്ട ഏറ്റവും നല്ല വ്യക്തി എ ആണ് എന്ന് പറയും. വി ട്രാംപ് അനദർ ഫർലോങ് സോ, അങ്ങനെ ഒരു ഫർലോങ് കൂടെ പോവും. ആൻഡ് ഹി സേസ് ദാറ്റ് മിസ്സസ് എ ഈസ് എ ചാമിങ് വിമൻ. മിസ്സസ് എ എന്ന് പറയുന്നത് അവർ കണ്ട അവർ ചാമിങ് വിമൻ ആണെന്ന് ചിലപ്പോൾ പറയും. പ്രസൻ്റ്ലി ഹി ആഡ്സ് ദാറ്റ് ഷീ ഈസ് വൺ ഓഫ്, ഇപ്പോൾ അയാൾ പറയും ഷീ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ചാമിങ് വിമൻ ഹാസ് എവർ നോൺ. നമുക്കറിയാവുന്ന ഏറ്റവും ചാമിങ് വിമൻ ആണെന്ന് അവരെന്ന് അദ്ദേഹം പറയും. ഇവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ട്രൈവിയലാണ്, വെറുതെ ഉള്ള വാക്കുകൾ പറയുന്നു. വി പാസ് ആൻ ഇൻ ഹി സൈസ് റാപ്പിഡ്ലി ലൗഡ് ടു മീ. എന്നോട് വേഗത്തിൽ ഉറക്കയും അയാൾ വിളിച്ചു പറഞ്ഞു, ദ കിങ് സാംസ് ലൈസൻസ് ടു സെൽ എയിൽസ് ആൻഡ് സ്പിരിറ്റ്. ഒരു കടയുടെ പരസ്യമാണ്. ഒരു ലഹരി വസ്തുക്കൾ വിൽക്കുന്ന, മദ്യം വിൽക്കുന്ന ഒരു കടയുടെ പരസ്യം എല്ലാവർക്കും വായിച്ച് കേൾപ്പിച്ചു. ഐ ഫോർസീ ദാറ്റ് ഡ്യൂറിങ് ദ റെസ്റ്റ് ഓഫ് ദ വോക്ക്, എനിക്ക് മുൻകൂട്ടി കാണാൻ കഴിയുന്നു ഇനി ബാക്കി നടക്കുന്ന വഴിക്കൊക്കെ, ഹി വിൽ റീഡ് അലൗഡ് എനി ഇൻസ്ക്രിപ്ഷൻ. ഏത് പരസ്യം കണ്ടാലും എന്നെ ഇൻസ്ക്രിപ്ഷൻ കണ്ടാലും എന്നെ ഉറക്കെ വായിച്ച് കേൾപ്പിക്കും. ദാറ്റ് ഒക്കേസ്, അതാ സംഭവിക്കുന്നത്. വി പാസ് എ മെയിൽ സ്റ്റോൺ, ഒരു മയിൽക്കുറ്റി കടന്നു. ഹി പോയിൻറ്റ്സ് അറ്റ് ഇറ്റ് വിത്ത് സ്റ്റിക്സ്, അതിനോട് തൻ്റെ വടി കൊണ്ട് ചൂണ്ടിക്കാണിച്ചു, അതിന് നേരെ ചൂണ്ടിക്കാണിച്ചു. ആൻഡ് സൈസ് എക്സ്മിനിസ്റ്റർ 11 miles. എക്സ്മിനിസ്റ്റർ 11 മൈൽ, 11ാം മൈലാണ്. ഈസ് അറ്റ് ദി മൈൽ സ്റ്റോൺ സൈസ് അറ്റ് ഇറ്റ് ഈസ് എക്സ്മിനിസ്റ്റർ 11 miles എന്നുള്ള കാര്യം അയാൾ പറഞ്ഞു കേൾപ്പിച്ചു. വി ടേൺ എ ഷാർപ്പ് കോർണർ അറ്റ് ദ ഫുട്ട് ഓഫ് ദ ഹിൽ. കുന്നിൻ്റെ ചുവട്ട് അടുക്കൽ വെച്ച് താഴെ വെച്ച് ഞങ്ങൾ ഷാർപ്പായിരിക്കുന്ന കോർണറിലേക്ക് വന്നു. അവിടെ തിരിഞ്ഞു. ഹേ പോയിൻറ്റ്സ് അറ്റ് ദ വോൾ, ഭിത്തിയെ ചൂണ്ടിക്കാണിച്ചു. ആൻഡ് സൈസ് ഡ്രൈ സ്ലോലി, അത് എഴുതിയിട്ടുണ്ട് ഡ്രൈ സ്ലോലി എന്ന്. ഐ സി ഫാർ അഹെഡ് ഓൺ ദ അതർ സൈഡ് ഓഫ് ദ ഹെഡ്ജ്. അകലെ ആ ചെടികളൊക്കെ ദൂരെ ഒരു വേലി പോലെ നിൽക്കുന്നതിൻ്റെ അപ്പുറത്ത് ബോർഡറിങ് ദ ഹൈറോഡിൻ്റെ ബോർഡറിങ്ങിൽ എ സ്മോൾ നോട്ടീസ് ബോർഡ്, അവിടെ ഒരു ചെറിയ നോട്ടീസ് ബോർഡുണ്ട്. ഹി സീസ് ഇറ്റ്, അത് അയാൾ കണ്ടു. ഹി സീസ് ഇറ്റ് ടു, അതും കണ്ടു. ഹി കീപ്സ് ഐ ഓൺ ഇറ്റ്, അതായത് സൂക്ഷിച്ച് നോക്കി. ആൻഡ് ഇൻ ഡ്യൂ കോഴ്സ്, അല്പസമയത്തിന് ശേഷം അയാൾ വായിച്ച് കേൾപ്പിച്ചു. ട്രസ്പാസേഴ്സ് ഹി സേസ് വിൽ ബി പ്രോസിക്യൂട്ടഡ്. അതും അയാൾ വായിച്ചു. ട്രസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ് എന്നുള്ള എഴുതിയിരിക്കുന്നത്. പുവർ മാൻ മെൻ്റലി റക്ക്. ഞാനെൻ്റെ മനസ്സിൽ ഓർത്തു, പാവം ഇയാളൊരു മെൻ്റലി റക്കാണ്, മാനസികമായിട്ട് എന്തോ ബുദ്ധിമുട്ടുള്ള ആളാണ്. ലഞ്ചിനറ്റ് ഏസി വെച്ച് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു. ഹവെവർ ഷാൾസ് ഹിം ആൻഡ് ഫ്ലോട്ട്സ് ഹിം ഇൻ ഫുൾ സെയിൽ. എന്താണേലും ഞാൻ അയാളുടെ പാട്ടിനങ്ങ് വിട്ടു. ഷാൾസ് ഹിം ആൻഡ് ഫ്ലോട്ട്സ് ഹിം ഇൻ ഫുൾ സെയിൽ മീൻസ് അയാളുടെ പാട്ടിനെ വിടുക. ഞാൻ അയാളുടെ പാട്ടിനങ്ങ് വിട്ടു. റീസ്റ്റോർ ഹിം ടു ഹിസ് ബെസ്റ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഷാൾസ് ഹിം ആൻഡ് ഫ്ലോട്ട്സ് ഹിം ഇൻ ഫുൾ സെയിൽ. ബിഹോൾഡ് ഹിം വൺസ് മോർ ദ ലൈഫ് ആൻഡ് സോൾ ഓഫ് ദ പാർട്ടി. ഒരിക്കൽ കൂടെ നോക്കൂ, ദ ലൈഫ് ആൻഡ് സോൾ ഓഫ് ദ പാർട്ടി എന്നാലോചിച്ച് നോക്കി. ഇതിൻ്റെ ഈ നടപ്പിൻ്റെ ഈ ലൈഫ് ആൻഡ് സോൾ ഓഫ് ദ പാർട്ടി, ലൈഫ് ആൻഡ് സോളും ഈ നടപ്പിൽ എങ്ങനെ യോജിച്ചു എന്നുള്ളത്. ഷുവർലി ഹി വിൽ നെവർ ആഫ്റ്റർ ദ ബിറ്റർ ലെസൺ ഓഫ് ഹിസ് മോർണിംഗ്. തീർച്ചയായിട്ടും ഈ രാവിലത്തെ ഈ നടക്കാൻ പോയ ഒരു പാഠമാണ് അയാൾക്ക്. അതിന് ശേഷം ഹി വിൽ നെവർ ഗോഡ് ഫോർ ആൻഡ് വാക്ക് വിത്ത് അനദർ മാൻ. ഇനിയിപ്പോൾ ഇയാൾ വേറെ ആളുമായിട്ട് നടക്കാൻ പോവില്ല എന്ന് വിചാരിച്ചു. ആൻ അവർ ലേറ്റ്, 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഐ സീ ഹിം സ്ട്രൈഡിങ് ഫോർ. ഞാൻ നോക്കിയപ്പോൾ അയാൾ കാല് നീട്ടി വലിച്ച് നടക്കുന്നു. സ്ട്രൈഡിങ് മീൻസ് കാല് നീട്ടി വലിച്ച് നടക്കുക, വേഗത്തിൽ നടക്കുക. വിത്ത് എ ന്യൂ കമ്പാനിയൻ, കൂട്ടത്തിൽ പുതിയ ഒരു കൂട്ടുകാരനുമുണ്ട്. ഐ വാച്ച് ഹിം ഔട്ട് ഓഫ് സൈറ്റ്. ഞാൻ നോക്കി നിന്നു, കാഴ്ചയിൽ നിന്ന് മറയുന്നിടം വരെ. ഐ നോ വാട്ട് ഹീ ഈസ് സെയിങ്. എനിക്കറിയാം അയാൾ എന്താ പറയുന്നത്. ഹീ ഈസ് സെയിങ് ദറ്റ് ഐ ആം റാദർ ഡള്ളസ്റ്റ് മാൻ ടു ഗോ ഫോർ എ വോക്ക് വിത്ത്. അയാൾ മറ്റേയാൾ പറയുന്നുണ്ടായിരിക്കും, ഞാനൊരു മോശപ്പെട്ട വ്യക്തിയാണ്, നടക്കാൻ പോകാൻ അയാളെ കൊള്ളില്ല. ഹീ ഈസ് എ ഡള്ളസ്റ്റ് മാൻ ടു ഗോ ഫോർ എ വോക്ക് വിത്ത്. ഹേ വിൽ പ്രസൻ്റ്ലി ആഡ് ദറ്റ് ഐ ആം വൺ ഓഫ് ദി ഡള്ളസ്റ്റ് മാൻ എവർ വെൻറ്റ് ഫോർ എ വോക്ക് വിത്ത്. അയാൾ പറയുന്നുണ്ടായിരിക്കാം, ഏറ്റവും മോശപ്പെട്ട മനുഷ്യനാണ്, കൂട്ടത്തിൽ കൊണ്ടുപോകാൻ ഒട്ടും കൊള്ളില്ല. ദെൻ ഹി വിൽ ഡിവോട്ട് ഹിംസെൽഫ് ടു റീഡിങ് ഔട്ട് ദ ഇൻസ്ക്രിപ്ഷൻ. എന്നിട്ട് പിന്നീട് അയാളിങ്ങനെ വഴി കണ്ട ബോർഡുകളൊക്കെ മറ്റേ പുള്ളിയെ വായിച്ച് കേൾപ്പിക്കുന്നുണ്ടായിരിക്കും. ഇങ്ങനെ നടക്കാൻ പോകുന്നതിന് ഓതർ എതിരൊന്നുമല്ല, എങ്കിലും നടക്കാൻ വേണ്ടി മാത്രം നടക്കാൻ പോകുന്നതിനോട് അദ്ദേഹം ഒട്ടും യോജിക്കുന്നുമില്ല. അദ്ദേഹം പറയുന്നു, ബ്രെയിൻ, ബോഡി, സോൾ എന്നീ 3 കാര്യങ്ങളാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നത്. എന്നാൽ നടക്കാൻ വേണ്ടി മാത്രം
യാതൊരു ലക്ഷ്യവുമില്ലാതെ പോകുമ്പോൾ നമ്മുടെ ബ്രെയിൻ പ്രവർത്തിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഈ പാഠത്തിൽ കിടക്കാം, ഹൗ കംസ് ഇറ്റ് ദിസ് ഇമ്മീഡിയറ്റ് ഡിറ്റീറിയേഷൻ ഇൻ ദോസ് ഹു ഗോ വാക്കിംഗ് ഫോർ വാക്കിംഗ് സേക്ക്. ഹൗ കംസ് ദിസ് ഡിറ്റീറിയേഷൻ, എങ്ങനെയാണ് ഗ്രാജുവലി ഇറ്റ് ബിക്കംസ് വേഴ്സ് ആകുന്നത്? സാവധാനം ഇങ്ങനെ വേഴ്സായി പോകുന്നത് എന്തുകൊണ്ടാണ്? ഇൻ ദോസ് വാക്കിംഗ് ഫോർ വാക്കിംഗ് സേക്ക്, നടക്കാൻ വേണ്ടി മാത്രം നടക്കാൻ പോകുന്നവരുടെ ഇവരിങ്ങനെ വെറും വേഴ്സായിട്ട് മാറുന്നത് എന്താണ്? ജസ്റ്റ് വാട്ട് ഹാപ്പൻസ്, എന്താ സംഭവിക്കുന്നത്? ഐ ടേക്ക് ഇറ്റ് ദാറ്റ് നോട്ട് ബൈ ദിസ് റീസണിങ് ഫാക്കൽറ്റീസ് എ മാൻ അർജറ്റ് ദിസ് എൻ്റർപ്രൈസസ്. ഈ ഒരു എൻ്റർപ്രൈസിലേക്ക്, ഈ ഒരു ദൗത്യത്തിലേക്ക് അയാൾ കിടക്കുന്നത്, ഇങ്ങനൊരു എൻ്റർപ്രൈസിലേക്ക് പോകുന്നത് നോട്ട് ബൈ ഹിസ് റീസണിങ് ഫാക്കൽറ്റീസ്, അയാളുടെയുള്ള റീസണിങ്ങുള്ള കഴിവുകൊണ്ടല്ല. അതായത് ബ്രെയിൻ അവിടെ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. ബ്രെയിൻ പറഞ്ഞിട്ടല്ല ഇയാൾ പോകുന്നത്. ഹീസ് അർജ്ഡ് എവിഡൻലി ബൈ സംതിങ് ഇൻ ഹിം, തന്നെ അർജ് ചെയ്യുന്നത്, തന്നെ ഉദ്ദീപിപ്പിക്കുന്നത്, തന്നിൽ സ്ട്രോങ് ഡിസയർ ഉണ്ടാക്കുന്നത് ബ്രെയിനല്ല. ഹീസ് അർജ്ഡ് എവിഡൻലി ബൈ സംതിങ് ഇൻ ഹിം, ആത്മാവായിരിക്കാം. ആൻഡ് ട്രാൻസെൻഡ്സ് റീസൺ, അത് റീസണിങ്ങിനെ ഇല്ലാതാക്കുന്നു. ഇറ്റ് ട്രാൻസെൻഡ്സ് റീസൺ, ഇറ്റ് ഗോസ് ബിയോണ്ട് ദ റേഞ്ച് ഓഫ് റീസൺ. ആത്മാവ് നമ്മളെ ബിയോണ്ട് ദ റേഞ്ച് ഓഫ് റീസണിലേക്ക് കൊണ്ടുപോകുന്നു. ബൈ സോൾ ഐ പ്രസ്യൂം, ഞാൻ ഊഹിക്കുന്നു. യെസ്, ഇറ്റ് മസ്റ്റ് ബി ദ സോൾ ദാറ്റ് റാപ്സ് ഔട്ട് ദ ക്വിക്ക് മാർച്ച്. നമ്മുടെ സോളായിരിക്കാം, നമ്മുടെ ആത്മാവായിരിക്കാം നമ്മളോട് പറയുന്നത് അങ്ങോട്ട് നടന്നു വന്നു. ടു ദ ബോഡി ഹാൾട്ട് സ്റ്റാൻഡ് അറ്റ് ഈസ് ഇൻ്റർപ്രോസസ് ദ ബ്രെയിൻ. ബ്രെയിൻ പറയും നിൽക്കേ ഞാനിവിടെ വരുന്നുണ്ട്, സ്റ്റാൻഡ് അറ്റ് ഈസ്, അവിടെ നിൽക്ക്. ആൻഡ് ടു വാട്ട് ഡെസ്റ്റിനേഷൻ, ചോദിക്കും എന്താ ലക്ഷ്യം? സ്വാവേലി ആസ് എ സോൾ, അത് സാവധാനം നമ്മുടെ സ്വാവേലി മീൻസ് എഗ്രിയബിൾ ആകുന്ന ആണോ എന്നുള്ള രീതിയിൽ ചോദിക്കും. ആൻഡ് ഓൺ വാട്ട് എറൻഡ്, എന്താണ് ദൗത്യം ഈ പോകുന്നതിന്? ആൻഡ് ആർ യു സെൻഡിങ് ദ ബോഡി, നീ വെറുതെ ശരീരത്തെ അങ്ങ് പറഞ്ഞു വിടുകയാണോ? ഓ നോ എറൻഡ് വാട്ട്സോ എവർ, എന്തൊക്കെയാണ് ദ സോൾ ഓൺ നോ എറൻഡ്, ഏതൊരു ദൗത്യം, എറൻഡ് മീൻസ് ദൗത്യമാണ്, ദൗത്യയാത്രയാണ്. ഓൺ നോ ഡെസ്റ്റിനേഷൻ അറ്റ് ഓൾ. ഇപ്പോൾ സോൾ പറയും ഓൺ നോ എറൻഡ് വാട്ട്സോ എവർ, എന്താണെങ്കിലും അങ്ങനെ ഒന്നുമില്ല. ദ സോൾ മേക്സ് ആൻസർ ആൻഡ് നോ ഡെസ്റ്റിനേഷൻ അറ്റ്, ഇതിന് ലക്ഷ്യമൊന്നുമില്ല. ആൻഡ് ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് യു ടു ബി ഓൾവേസ് ഓൺ ദ ലുക്ക് ഔട്ട് ഫോർ സം സ്യൂട്ടബിൾ അൾട്ടീരിയർ മോട്ടീവ്. റീസണിങ്ങിനോട് പറയും നീയാണിങ്ങനെ ലക്ഷ്യമൊക്കെ നോക്കി മുന്നോട്ട് പോകുന്നത്. ദ ബോഡി ഈസ് ഗോയിങ് ഔട്ട് ബിക്കോസ്, ബോഡി ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത് ബിക്കോസ് മിയർ ഫാക്ട് ഓഫ് ഇറ്റ് ഈസ് ഡൂയിങ് സോ ഈസ് എ ഷുവർ ഇൻഡിക്കേഷൻ ഓഫ് നൊബിലിറ്റി, പ്രോബിറ്റി ആൻഡ് റഗ്ഡ് ഗ്രാൻഡ്യൂർ ഓഫ് ക്യാരക്ടർ. ബോഡി പുറത്തേക്ക് പോകുന്നത് വേറെ ഒന്നും കൊണ്ടുമല്ല, അതിനൊരു കുലീനത്വമുണ്ട്, അതുപോലെ തന്നെ ഒരു മൊറാലിറ്റി ഉണ്ട്, ആൻഡ് മഹത്വമുണ്ട്. റഗ്ഡ് ആണെന്നേ ഉള്ളൂ, റഗ്ഡ് ഗ്രാൻഡ്യൂർ ഓഫ് ക്യാരക്ടർ. അതുകൊണ്ട് ആ ബോഡി മുന്നോട്ടേക്ക് പോകുന്നു. വെരി വെൽ. വാഗുല ഹാവ് യുവർ ഓൺ വയ്യൂള. വാഗുല മീൻസ് ചുമ്മാ ഇങ്ങനെ വാണ്ടർ ചെയ്യുന്നയാൾ. വയ്യൂള മീൻസ് ഏകാധിപത്യ സ്വഭാവം കാണിക്കുന്നവർ. വെരി വെൽ, വാഗുല ഹാവ് യുവർ ഓൺ വയ്യൂള. ബട്ട് ഐ സേസ് ദ ബ്രെയിൻ ഫ്ലാറ്റി റെഫ്യൂസ് ടു മിക്സ്ഡ് അപ്പ് വിത്ത് ദിസ് ടോം ഫൂളറി. പക്ഷേ ശരീരം അല്ല, ബ്രെയിൻ ആ കൂട്ടത്തിൽ പോവുകയില്ല. കാരണം അവൻ ഇതൊരു മണ്ടത്തരാണെന്നറിയാം. അതുകൊണ്ട് ബ്രെയിനാണ് നടക്കാൻ പോകുന്ന, വെറുതെ നടക്കാൻ പോകുന്നവരുടെ കൂട്ടത്തിൽ ബ്രെയിൻ പോവില്ല. ഐ ഷാൽ ഗോ ടു സ്ലീപ്പ് ടിൽ ഇറ്റ് ഇസ് ഓവർ. ഈ നടപ്പ് കഴിയുന്നിടം വരെ ഞാനങ്ങ് ഉറങ്ങിക്കിടക്കാം. വെറുതെ നടക്കാൻ പോകുന്നവരുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല. ദ ബ്രെയിൻ ദെൻ റാപ്സ് ഇറ്റ് സെൽഫ് ഇൻ ഇറ്റ്സ് ഓൺ കൺവല്യൂഷൻസ്. അതുകൊണ്ട് ബ്രെയിനോടെ പുതച്ചു മൂടി കിടക്കാൻ ഫോൾസ് ഇൻ ടു എ ഡ്രീംലെസ് സ്ലംബർ ഫ്രം വിച്ച് നത്തിങ് ക്യാൻ റൗസ് ഇറ്റ് ടിൽ ദ ബോഡി ഹാസ് ബീൻ സേഫ്ലി ഡെപ്പോസിറ്റഡ് ഇൻഡോഴ്സ് അഗെയിൻ. ശരീരം വീണ്ടും അത് ഇൻഡോഴ്സിലാകുന്നിടം വരെ, വീട്ടിൽ വരുന്നിടം വരെ ബ്രെയിൻ വർക്ക് ചെയ്യുകയില്ല. ഈവൻ ഇഫ് യു ഗോ ടു സം ഡെഫിനിറ്റ് പ്ലേസ്, ഏതെങ്കിലും പ്രത്യേക ഒരു പ്ലേസിലേക്ക് നിങ്ങൾ പോകുമ്പോൾ, നിങ്ങൾക്കത് ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുമ്പോൾ, ഫോർ സം ഡെഫിനിറ്റ് പർപ്പസിന് വേണ്ടി പോകുമ്പോൾ, ദ ബ്രെയിൻ വുഡ് റാദർ യു ടുക്ക് എ വെഹിക്കിൾ. ബ്രെയിൻ അപ്പോൾ പറയും നീ ഒരു വണ്ടിയെ പോയിക്കൊള്ളാൻ പറയും. ബട്ട് ഇറ്റ് ഡസ് നോട്ട് മേക്ക് എ പോയിൻ്റ് ഓഫ് ദിസ്. അതങ്ങനെ കൃത്യമായിട്ട് ചെയ്യണമെന്നൊന്നുമില്ല. ഇറ്റ് വിൽ സെർവ് യു വെൽ ഇനഫ് അൺലെസ് യു ആർ ഗോയിങ് ഔട്ട് ഫോർ എ വോക്ക്. ഇറ്റ് വിൽ സെർവ് യു വെൽ ഇനഫ് അൺലെസ് യു ആർ ഗോയിങ് ഔട്ട് ഫോർ എ വോക്ക്. നിങ്ങൾ വോക്കിന് പോകുമ്പോഴത്തെ പോലെ നടന്നു വേണ്ട നിങ്ങൾക്ക് പോകാൻ നേരം. ഇറ്റ് വോണ്ട് വൈൽ യുവർ ലെഗ്സ് ആർ വൈയിങ് വിത്ത് ഈച്ച് അതർ ഡു എനി ഡീപ്പ് തിങ്കിങ് ഫോർ യു. നിങ്ങൾക്ക് കാലുകൾക്ക് നിങ്ങളെ നടക്കാവുന്നിടത്തോളം കാലം, നോർ ഈവൻ ദ ക്ലോസ് തിങ്കിങ്, ബട്ട് ഇറ്റ് വിൽ ഡു എനി നമ്പർ ഓഫ് സ്മോൾ ഓഡ് ജോബ്സ് ഫോർ യു വില്ലിംഗ്ലി. കാലുകൾ നിങ്ങളെ അങ്ങോട്ടേക്ക് നടത്തിക്കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും, പ്രൊവൈഡഡ് ദാറ്റ് യുവർ ലെഗ്സ് ഓൾസോ ആർ മേക്കിംഗ് ദംസെൽസ് യൂസ്ഫുൾ. മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ കാലുകളെ ഉപയോഗിക്കാനും പറ്റും.
നോട്ട് മിയർലി ബാൻഡിങ് യു അബൌട്ട് ടു ഗ്രാറ്റിഫൈ ദ പ്രൈഡ് ഓഫ് ദ സോൾ. സോളിൻ്റെ അഭിമാനത്തെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് നടക്കേണ്ടി വരുന്നില്ല. നടക്കേണ്ട ഒരു ആവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് നടക്കാം. സച്ച് ആസ് ഇറ്റ് ഈസ്, ദിസ് essay was composed in the course of a book. ഈ essay കമ്പോസ് ചെയ്തിരിക്കുന്നത് നടക്കുന്നൊരു സമയത്താണ്. This morning, I am not one of those extremists who must have vehicle to extreme very destination. I am not one of those extremists. ഞാനങ്ങനെ എക്സ്ട്രീമിസ്റ്റ് ഒന്നുമല്ല, അല്ലെങ്കിൽ തീവ്രവാദിയൊന്നുമല്ല. Who must have vehicle to every destination. എല്ലാ ഡെസ്റ്റിനേഷനിലേക്കും വണ്ടി കൊണ്ടുപോകണം നിർബന്ധമാണെന്ന് പറയുന്ന തരത്തിലുള്ള സ്വഭാവമൊന്നും എനിക്കില്ല. I never go out of my way as it were to avoid exercise. എക്സസൈസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാനങ്ങനെ പോകാറില്ല, വണ്ടിയെ പോകാറില്ല. To take it as I take it as it comes and take it in good spot. അപ്പോൾ നല്ലൊരു രീതിയിൽ തന്നെ ഞാൻ ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. I take it as it comes, വരുന്നത് പോലെ അങ്ങ് ചെയ്യും. These valetudinarians, എന്താ ഈ valetudinarians എന്ന് പറഞ്ഞാൽ പേഴ്സൺ ഹു ഈസ് അൺഡ്യൂലി ആങ്ഷ്യസ് അബൌട്ട് ദെയർ ഹെൽത്ത്. അതാണ് സാധാരണമായ രീതിയിൽ തൻ്റെ ആരോഗ്യത്തെ പറ്റി വെറുതെ ചിന്തിച്ച് വശം കിടന്നവർ. അവരെയാണ് വാലേറ്റുഡിനേറിയൻസ് എന്ന് പറയുന്നത്. ഹു ആർ ഓൾവേസ് ചാറ്ററിങ് അബൌട്ട് ഇറ്റ് ആൻഡ് ഇൻഡൾജിങ് ഇൻ ഇറ്റ്. അവരാണ് ഇതിനെപ്പറ്റി കൂടുതൽ പറയുന്നത്. ടു എക്സസ് ആർ നോ റീസൺ ഫോർ ഡെസ്പൈസിങ് ഇറ്റ്. അവരെങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഐ ആം ഇൻക്ലൈൻ ടു തിങ്ക് ദാറ്റ് ഇൻ മോഡറേഷൻ ഇറ്റ് ഈസ് റാദർ ഗുഡ് ഫോർ വൺ ഫിസിക്കലി. ഇത് നടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇറ്റ് ഈസ് റാദർ ഗുഡ് ഫോർ വൺ ഫിസിക്കലി. അത് നടക്കുന്നതുകൊണ്ട് ആരോഗ്യം ഉണ്ടാകും, അതിന് സംശയമൊന്നുമില്ല. ബട്ട് പെൻഡിങ് എ ടൈം വെൻ നോ പീപ്പിൾ വിഷ് മീ ടു ഗോ ആൻഡ് സീ ദം. ആർക്കും ഒന്ന് നിർബന്ധമായിട്ട് കാണാണ്ടാത്ത ഒരു സമയത്ത് നമ്മൾ വെറുതെ നടന്നു പോയി കാണുന്നു, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടുന്നത്. ആൻഡ് സീ ദം, അവരെ കാണാൻ പോകുന്നു. ആൻഡ് ഹാവ് നോ വിഷ് ടു ഗോ, ആഗ്രഹമില്ലാത്തടത്ത് പോകാനായിട്ട് നിർബന്ധം ഉണ്ടാക്കുന്നത്. ആൻഡ് ദർ ഇസ് നത്തിങ് വാട്ട് എവർ ഫോർ മീ ടു ഡു ഓഫ് മൈ ഓൺ പ്രമൈസസ്. അങ്ങനെ എൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് എനിക്ക് പുറത്തു പോയി ചെയ്യേണ്ട ഒരു ആവശ്യമില്ലെങ്കിൽ ഐ നെവർ വിൽ ഗോ ഔട്ട് ഫോർ എ വർക്ക്. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ പുറത്തേക്ക് പോവുകയില്ല. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.